സന്ദീപ് വാര്യർ CPI വിശ്വസിക്കുകയാണോ? CPIയുടെ അവസ്ഥ എന്ന് പറയുന്നത് നിർമാല്യം സിനിമയിലെ വെളിച്ചപ്പാടിന്റെ അവസ്ഥയാണ്. RSSന്റെ കൈകളിലേക്കായിരുന്നു ഈ രാജ്യത്ത് അധികാരം കിട്ടിയിരുന്നെങ്കിൽ പരസ്പരം മറ്റൊരു പാകിസ്ഥാനായി മാറുമായിരുന്നു. ഒരു അന്ത്യചുംബനം പോലും നൽകാൻ കഴിയാത്ത വണ്ണം വികൃതമായ തൻ്റെ പിതാവിൻ്റെ ശരീരം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പുത്രനാണ് രാഹുൽ ഗാന്ധി. ആരോപിക്കപ്പെടുന്നു, അദ്ദേഹത്തെ വേട്ടയാടുന്നു, അതിനെല്ലാം കൂട്ടുനിൽക്കേണ്ടി വന്നതിൻ്റെ വിഷമവും സങ്കടവും എനിക്കുണ്ട്. BJP വിടുമ്പോഴുണ്ടായിരുന്ന എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ബ്ലാക്ക് മാജിക്കിന് മുമ്പിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി മാറിപ്പോവുകയാണോ? കാരണം എല്ലാ കാലത്തും CPMഉം CPIയും തമ്മിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അവർ ഒരുമിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ ആശങ്കയാണ് PM ശ്രീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം മാഞ്ഞു പോകാൻ ഇടയുണ്ട് എന്നുള്ളത് തീർത്തും പുതിയ തലമുറയിലേക്ക് അത് സങ്കടകരമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഇവിടെ കോൺഗ്രസിനും കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും കേരളത്തിലെ BJP വിരുദ്ധ മാനസികാവസ്ഥയുള്ളവർക്കും ലഭിക്കേണ്ടിയിരുന്ന ഒരു സ്പേസ് CPI യഥാർത്ഥത്തിൽ തട്ടിയെടുക്കുകയും അതുവഴി നിങ്ങളുടെ ഒരു സ്പേസിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഈ വിഷയം പുറത്തു വന്നതോട് കൂടിയിട്ട് CPI ഇപ്പോൾ രാജിവെക്കാൻ തയ്യാറൊന്നുമല്ല. CPI പറയുന്നു, പക്ഷേ രാജിവെക്കില്ല. ഞാൻ പറയട്ടെ, ഇതിപ്പം CPI മുന്നോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു കാര്യത്തെ മാത്രമല്ലല്ലോ പിണറായി വിജയൻ അതിലംഘിച്ചിട്ടുള്ളത്. ഇപ്പോൾ UAPA അമെൻമെൻറ്റ് ആക്ട് എന്ത് കാരണവശാലും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം നടപ്പാക്കിയത് കേരളത്തിലാണ്. കോഴിക്കോട്ടെ അലനെയും താഹയെയും അറസ്റ്റ് ചെയ്തു, സഖാക്കളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയുടെ നിലപാടിന് വിരുദ്ധമായി ഇവിടെ മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നു. അതിൻ്റെ പേരിൽ അമിത്ഷായുടെ അടുത്ത് പോയി കൂടുതൽ ഫണ്ട് ചോദിച്ചിരിക്കുകയാണ് പോലീസ് നവീകരണത്തിനെന്ന പേരിൽ. മാവോയിസ്റ്റ് വേട്ട ഫണ്ടിൽ നിന്ന് കൂടുതൽ പണം വേണമെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ നമ്മളിവിടെ കൂടുതൽ ശവങ്ങൾ കാണിക്കണം. അതായത് വീണ്ടും മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്താൻ പോകുന്നു. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ ശവസംസ്കാര ചടങ്ങിൽ CPI നേതാക്കൾ പോയി അന്ത്യാഭിവാദി അർപ്പിച്ചു, റെഡ് സല്യൂട്ട് കൊടുത്തു. അപ്പോൾ CPI അപമാനിക്കപ്പെടുന്ന ആദ്യമായിട്ടാണോ? അല്ല. അപ്പം ആ അപമാനങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് CPI ആ മുന്നണിയിൽ തുടരണോ എന്നുള്ളത് ആ പാർട്ടിയാണ് ചിന്തിക്കേണ്ടത്. ആ പാർട്ടി ചിന്തിക്കട്ടെ. ഞാൻ CPI വിശ്വസിക്കുകയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതുപോലെ CPIയുടെ അവസ്ഥ എന്ന് പറയുന്നത് നിർമാല്യം സിനിമയിലെ വെളിച്ചപ്പാടിൻ്റെ അവസ്ഥയാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഭാര്യയെ ചൂഷണം ചെയ്ത് ഒരുത്തൻ അവളെ പ്രാപിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന വെളിച്ചപ്പാടിൻ്റെ അവസ്ഥയിലാണ് CPI നേതൃത്വം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറയുന്നത് ആ ഒരു അവസ്ഥ CPIക്കുണ്ട്. CPI എന്താ പറയുക, അവരെ വിശ്വസിക്കുകയല്ല, അവർക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. CPIക്ക് എവിടെയാണ് വിശ്വാസ്യത പോയത്? CPI നേതൃത്വം നേരത്തെ വെളിയം ഭാർഗവനും ചന്ദ്രപ്പനും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ എടുത്തിരുന്നത് പോലെയുള്ള പ്രത്യയശാസ്ത്രപരമായ അഡമൻ്റായിട്ടുള്ളൊരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് അവരുടെ അണികൾക്ക് മനസ്സിലായിരിക്കുകയാണ്. അതാണല്ലോ വലിയ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വിനോവിശ്വത്തിനെതിരായി CPI അണികളുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് പറയേണ്ട കാര്യങ്ങൾ കോൺഗ്രസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPMഉം പിണറായി വിജയനും BJPയുമായി ചേർന്ന് നടത്തിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കോൺഗ്രസ് പറഞ്ഞു പോകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ, KC വേണുഗോപാൽ അടക്കമുള്ളവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഇത് മുന്നണിക്കകത്ത് ഇടത് മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ വളരെ പരസ്യമായി പുറത്തു വന്നില്ലേ. AYF അടക്കമുള്ള സംഘടനകൾ, CPIയുടെ യുവജന സംഘടനകൾ പരസ്യമായി തെരുവിലാണ്. ഈ പ്രശ്നം ഇനി എങ്ങനെ അവർക്ക് പരിഹരിക്കാൻ കഴിയും? പരിഹരിക്കണമെങ്കിൽ PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങണമെന്നുള്ളതാണ് പ്രകാശ് ബാബു അടക്കമുള്ള CPI നേതാക്കന്മാർ പറയുന്നത്. MOU ഒപ്പിട്ടൊരു കാര്യത്തിൽ നിന്ന് ഇനി എങ്ങനെ പിന്മാറും? പറ്റില്ല. സാങ്കേതിക പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം ഇതൊരു വലിയ ചോദ്യം മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തന്ന സ്ഥിതിക്ക് മന്ത്രിസഭയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുക എന്നുള്ളതല്ല, രാജിവെക്കുക എന്നുള്ളത് സാമാന്യമായിട്ടുള്ള മര്യാദയാണ്. മന്ത്രിസഭയ്ക്ക് തന്നെ തുടരാൻ അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് ആരോപിച്ചത് മുന്നണിക്കകത്തുനിന്ന് മന്ത്രിസഭയിലുള്ളവരാണ്. പിന്നെ ഈ പിണറായി വിജയൻ സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള അവകാശം ഭരണഘടനാപരമായി ധാർമ്മികമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ രാജിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. ഈ CPIയെ മുന്നിൽ നിർത്തി പുറമേ നിന്ന് പ്രസ്താവന നടത്തുന്നതിന് പകരം ഈ PM ശ്രീ വിഷയത്തിൽ ഒരു വലിയ സമര കൊടുങ്കാറ്റ് സത്യത്തിൽ UDFൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതല്ലേ?
അല്ല, ഇപ്പോൾ ഏതാനും മണിക്കൂറുകളല്ലേ ഈ വിഷയങ്ങളൊക്കെ പുറത്തു വന്നായിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നിലപാടുകളും പ്രതിഷേധങ്ങളും ഒക്കെ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ PM ശ്രീ പദ്ധതി ഇടതുപക്ഷം ഒപ്പുവച്ചിരിക്കുന്നു. അതിനകത്ത് വലിയൊരു സംഘർഷം നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നമുക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരണകൂടങ്ങൾ പോലും നേരത്തെ ഇത്തരം ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന വാർത്തകളൊക്കെയാണ് ഇന്ന് പ്രധാന മാധ്യമങ്ങളിലെല്ലാം കാണുന്നത്. ഇതൊരു അപകടകരമായിട്ടുള്ള പദ്ധതിയാണോ? ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏതർത്ഥത്തിലാണ് ഇത് അപകടകരമായി മാറുക? ഒന്ന്, കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിയന്ത്രിതമാക്കാനുള്ള BJP-യുടെ ഒരു വളഞ്ഞ വഴിയാണ് PM ശ്രീ. അത് പണം കാണിച്ച് ബാർഗെയിൻ ചെയ്ത് സംസ്ഥാനത്തിൻ്റെ കൂടി അവകാശമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി, കരിക്കുലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടൽ നടത്താൻ വേണ്ടി BJP ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ BJP-യുടെ നേതാവ് സുരേന്ദ്രൻ ഞങ്ങളിവിടെ RSS നേതാക്കളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കും എന്ന് ഇവിടെ വീരവാദം പറയാനിടയായത്. ആരാണ് ഈ വീരസ്യം പറയാൻ BJP-ക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തത്? ഇടതുപക്ഷ സർക്കാരാണ്, പിണറായി സർക്കാരാണ്. അപ്പോൾ കേരളം ഇതുവരെ പുലർത്തിപ്പോന്ന വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് പുലർത്തിപ്പോന്നിട്ടുള്ള മതനിരപേക്ഷതയും ചരിത്രബോധവും ദേശീയ ബോധവുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇനി മുതൽ BJP മുന്നോട്ട് വയ്ക്കുന്ന അപകടകരമായിട്ടുള്ള മതവർഗീയതയും വിദ്വേഷ രാഷ്ട്രീയമൊക്കെ പഠിപ്പിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ചത് ഒന്ന്, പിണറായി വിജയൻ്റെ ഭയം, സ്വന്തം കുടുംബമടക്കമുള്ളവർ വിവിധ കേസുകളിൽ പെട്ടകത്ത് പോകുമെന്നുള്ള ഭയം, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ദാസ്യവേല എടുക്കുന്ന പരിപാടി, BJP-യുമായിട്ടുള്ള ഇവരുടെ വളരെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാരണ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത്. മറ്റൊന്ന്, എക്കണോമിക് മിസ്മാനേജ്മെൻറ്റാണ്. ഇപ്പം 10 വർഷമായിട്ട് തുടരുന്നൊരു സർക്കാരാണ്. 1500 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ ഖജനാവിൻ്റെ നടുപൊടിയും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനാരാണ് ഉത്തരവാദി? 10 വർഷമായിട്ട് കോൺഗ്രസ് അല്ലല്ലോ ഭരിക്കുന്നത്. ഒരു ദശാബ്ദം ഈ സംസ്ഥാനം ഭരിക്കാൻ, ഇവിടുത്തെ എക്കണോമിയെ പരിപോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? അതൊരു വലിയ ചോദ്യമല്ലേ? എന്നിട്ടിപ്പോൾ പണത്തിന് വേണ്ടി സംഘപരിവാർ പറയുന്ന സ്ഥലത്ത് മുഴുവൻ തുല്യം ചേർത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് വലിയ ഗതികേടാണ്. അങ്ങനെയാണെങ്കിൽ നാളെ പല കാര്യങ്ങളിലും പണം തരാൻ തയ്യാറാണെങ്കിൽ RSS പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ തുല്യം ചാർത്തിക്കൊള്ളാമെന്ന് പറയുന്നതിന് സമാനമല്ലേ ഇത്? അതെ. ചില ചോദ്യങ്ങൾ സന്ദീപ് വാര്യരോട് മാത്രമേ ഈ ഘട്ടത്തിൽ ചോദിക്കാൻ പറ്റുള്ളൂ. രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രതീക്ഷയായിട്ട് നിൽക്കുകയാണ്. അധികാരമില്ലാത്ത ഒരു മേഖലയിൽ തുടർച്ചയായി വലിയ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന് നടത്തേണ്ടി വരുന്നു. പക്ഷേ ഒട്ടും വിട്ടു നൽകാത്ത രീതിയിലുള്ള പാർലമെൻ്ററി പ്രതിഷേധങ്ങളും അതിന് പുറത്ത് വിശാലമായ ഇന്ത്യയുടെ ക്യാൻവാസിലും അദ്ദേഹം വളരെ സമഗ്രമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലാണ് ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷൻ, അതായത് രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിൽ തോന്നിയിട്ടുള്ളത്? നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ വരുന്നത് ഡിവൈസീവ് പൊളിറ്റിക്സിൻ്റെ ഒരു മാസ്കറ്റ് എന്നുള്ള നിലയ്ക്കാണ്. അദ്ദേഹം ജനപ്രീതി ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. 2002 ഗുജറാത്ത് കലാപം, ആ കലാപം മോദിയെ ഒരു ഹിന്ദുത്വ ഫേസാക്കി മാറ്റി. ഹിന്ദു ഹൃദയ സമ്രാട്ട് എന്ന ഒരു വിശേഷണം പോലും അദ്ദേഹം ആസ്വദിച്ചു. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന 12 വർഷക്കാലം മുഴുവൻ വാസ്തവത്തിൽ അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ട മുസ്ലിം വിരുദ്ധത അദ്ദേഹം ആസ്വദിക്കുകയായിരുന്നു. കാരണം ഓരോ തവണ മുസ്ലിം വിരുദ്ധത അദ്ദേഹത്തിൽ ആരോപിക്കപ്പെടുമ്പോഴും അത് അദ്ദേഹത്തിന് വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും നല്ല ബോധ്യമുള്ളയാൾ നരേന്ദ്രമോദിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും മുസ്ലിം വിഭാഗങ്ങളോട് സോഫ്റ്റായി, അതല്ലെങ്കിൽ അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിന് നരേന്ദ്രമോദി ഒരിക്കലും ഗുജറാത്തിൽ തയ്യാറായില്ല. 2014 വരെയുള്ള നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ നിർമ്മാണം പൂർണ്ണമായും RSS BJP സംഘടനകൾക്കുള്ളിലുള്ള ഹാർഡ് ലൈനേഴ്സിനെ തൃപ്തിപ്പെടുത്താനും ഉത്തരേന്ത്യയിലെ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ, പ്രത്യേകിച്ച് 2001 സെപ്റ്റംബർ 11 സംഭവിച്ച
വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തെ തുടർന്ന് ലോകമെമ്പാടും ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക സവിശേഷമായ സാഹചര്യമുണ്ട്. അതിന് തൊട്ട് പിന്നെ ശേഷം അതിനോടനുബന്ധിച്ചാണ് ഈ ഗോദ്രയും അതിനുശേഷം ഈ ഗുജറാത്ത് കലാപമൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ലോകത്ത് മുഴുവനുണ്ടായ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തെ രാഷ്ട്രീയമായിട്ട് ഏറ്റവും നന്നായി ഉപയോഗിച്ചത് നരേന്ദ്രമോദിയായിരുന്നു. 2014 വരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ നിർമ്മാണം ആൻറ്റി മുസ്ലിം ഒപ്പം ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് എന്നുള്ളതായിരുന്നു. ഇത് ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ട് 2014 അന്നത്തെ സാഹചര്യത്തിലുള്ള ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ കൂടി ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലെത്താൻ നരേന്ദ്രമോദി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴൊക്കെ മോദി അതുവരെയുള്ള മോദിയല്ല. മോദിയുടെ സ്പീച്ചസ് നിങ്ങൾ കേട്ടാൽ പെട്ടെന്ന് മാറുകയും വസ്ത്രത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ഭക്ഷണത്തിൻ്റെ പേരിലൊക്കെ കൃത്യമായ ധ്വനികൾ വെച്ചുകൊണ്ടുള്ള ദുസ്സൂചനകൾ നൽകുന്ന വർഗീയ പ്രസംഗങ്ങൾ നടത്തും. വ്യക്തിഹത്യ ഇപ്പോൾ ബീഹാറിലൊക്കെ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് ചില പ്രത്യേക ഘട്ടത്തിൽ മോദി അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി മാറ്റും. അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്തും ഉണ്ടായിരുന്നു. അപ്പം നരേന്ദ്രമോദിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് ഇതാണ്. അത് സംഘപരിവാർ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോക്താവും പ്രചാരകനുമായിട്ട് നരേന്ദ്രമോദി അതിൻ്റെ അണികൾ കാണുന്നു. മോദി ഉണ്ടാക്കിയിട്ടുള്ളൊരു മാസ്കുലിൻ ഒരു പാട്രിയോട്ടിക് ആയിട്ടുള്ള ഒരു ഇമേജ്, ആ ഇമേജ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് അവർ നടത്തുന്നത്, ഓരോ ഘട്ടത്തിൽ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. മറുവശത്ത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ 10-12 വർഷക്കാലമായി നിരന്തരമായി വേട്ടയാടപ്പെടുന്ന ഒരാളാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ബി ജെ പിയുടെ അധീശത്വം, ഒപ്പം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും രോഗാതുരയായ അദ്ദേഹത്തിൻ്റെ മാതാവിനെയും വരെ മാനസികമായി തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന മണിക്കൂറുകൾ നീളുന്ന, ദിവസങ്ങൾ നീളുന്ന ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള പരിപാടികൾ, ഇതൊക്കെ 10-12 വർഷമായി നേരിടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തൻ്റെ പിതാവ് ഒരു തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് ഒരു അന്ത്യചുംബനം പോലും നൽകാൻ കഴിയാത്ത വണ്ണം വികൃതമായ തൻ്റെ പിതാവിൻ്റെ ശവശരീരം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പുത്രനാണ് രാഹുൽ ഗാന്ധി. അതിനു മുമ്പ് തൻ്റെ മുത്തശ്ശിയുടെ മൃതദേഹം, തീവ്രവാദികൾ വെടിവെച്ചു കൊന്ന തൻ്റെ മുത്തശ്ശിയുടെ മൃതദേഹം കണ്ട ഒരു ബാല്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ സ്വഭാവ സവിശേഷതകളൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ, എല്ലാ കുട്ടികളും അങ്ങനെയാണല്ലോ, ബാല്യവും കൗമാരവും അവിടെ അനുഭവിച്ചിട്ടുള്ള ഒറ്റപ്പെടലുകൾ, സങ്കടങ്ങൾ. എത്ര വലിയ അധികാരമുള്ള കുടുംബമാണെങ്കിലും സ്വന്തം അച്ഛൻ മരിക്കുമ്പോൾ, സ്വന്തം മുത്തശ്ശി മരിക്കുമ്പോൾ അത് സ്വാഭാവിക മരണങ്ങളല്ല. എത്രയോ കാലം തൻ്റെ കൂടെ ഉണ്ടാകും, തന്നെ കൊഞ്ചിക്കാൻ കൂടെ ഉണ്ടാകും, തനിക്ക് ഭക്ഷണം വാരിത്തരുന്ന പ്രിയപ്പെട്ട മുത്തശ്ശി ഒരു ദിവസം വെടിയുണ്ടകൾ കൊണ്ട് രക്തപങ്കിലമായ ഒരു മൃതദേഹമായി കാണുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതിനുശേഷം തൻ്റെ കൗമാരത്തിൽ മുഴുവൻ തന്നെ മുന്നോട്ട് നയിക്കേണ്ട, തൻ്റെ ഭാവിയിൽ മുഴുവൻ തനിക്ക് മാർഗദർശിയായി നിൽക്കേണ്ട ആ സമയത്ത് ഏതൊരു കുട്ടിയുടെയും ഹീറോ എന്ന് പറയുന്നത് സ്വന്തം അച്ഛനായിരിക്കും, അല്ലേ? ആ പ്രായത്തിലുള്ള ഒരു കൗമാരത്തിലുള്ള ഏതൊരാളുടെയും ഹീറോ സ്വന്തം പിതാവായിരിക്കും. ആ ഹീറോ ഒരു ചുംബനം പോലും നൽകാൻ സാധിക്കാത്ത വണ്ണം അദ്ദേഹത്തിൻ്റെ തകർന്ന മൃതദേഹം ഏറ്റുവാങ്ങേണ്ടി വരികയാണ്, അമ്മയുടെയും പെങ്ങളുടെയും കൂടെ. ആ ചെറുപ്പക്കാരൻ എങ്ങനെയായിരിക്കും വളർന്നു വന്നിട്ടുണ്ടാവുക? അതിനുശേഷം അദ്ദേഹം അധികാര രാഷ്ട്രീയത്തിൽ എവിടെ എത്തിയില്ല. അദ്ദേഹം MP ആയി തുടർന്നു. അതിനുശേഷം എല്ലാ കുറ്റങ്ങളും അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെടുകയാണ്. ചെയ്തതും ചെയ്യാത്തതുമായ എല്ലാത്തിൻ്റെയും പാപങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെടുന്നു. അദ്ദേഹത്തെ വേട്ടയാടുന്നു. അതിനെല്ലാം കൂട്ടുനിൽക്കേണ്ടി വന്നതിൻ്റെ വിഷമവും സങ്കടവും എനിക്കുണ്ട്. 10-12 വർഷം ആ മനുഷ്യനെ വേട്ടയാടുന്നു. അദ്ദേഹം കുടുംബത്തെ, ഏജൻസികളെ വിട്ട് വേട്ടയാടുന്നു. പക്ഷെ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേറ്റ്നെസ്. ഇത്രയും അനുഭവിച്ചിട്ടും, ഇത്രയും വേട്ടയാടൽ അനുഭവിച്ചിട്ടും ആ മനുഷ്യൻ തളരാതെ, ഒരു ഇഞ്ചിന് പോലും വിട്ടുകൊടുക്കാതെ, ഈ മോദിയുടെ 56 ഇഞ്ച് നെഞ്ചളവിൻ്റെ മൈറ്റിനെ ഒന്നും ഒരു പരിഗണനയും കൊടുക്കാതെ, RSSൻ്റെ ഇത്ര വലിയ സംഘടനാ സംവിധാനത്തിൻ്റെ
അവരുടെ മൈറ്റിന് മുന്നിൽ തലകുനിക്കാതെ, അവരുടെ അധികാര രാഷ്ട്രീയത്തിന് മുന്നിൽ, മസിൽ പവറിന് മുന്നിൽ, മണി പവറിന് മുന്നിൽ തലകുനിക്കാതെ ഒരു മനുഷ്യൻ ഈ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഊരിപ്പിടിച്ച വാളിൻ്റെയും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും നടുക്ക് കൂടി ബ്രണ്ണൻ കോളേജ് പഠനകാലത്ത് നടന്നുപോയി എന്ന് പറയപ്പെടുന്ന പിണറായി വിജയന് രാഹുൽ ഗാന്ധിയുടെ നട്ടെല്ലിൻ്റെ ബലത്തിൻ്റെ 10,000-ത്തിലൊരു അംശമുണ്ടായിരുന്നെങ്കിൽ എന്നൊരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഇത്രയും പ്രയാസങ്ങളും ഇത്രയും ഭീഷണിയും ഇത്രയും ബ്ലാക്ക് മെയിലിങ്ങും ഒക്കെ BJPയും മോദിയും നടത്തിയിട്ടും തലകുനിക്കാതെ വിട്ടുകൊടുക്കാതെ പോരാടിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി, മറുവശത്ത് മകളുടെ പേരിലൊരു FIR വന്നപ്പോഴേക്കും അമിത്ഷായുടെയും മോദിയുടെയും പാതാരവിന്ദങ്ങളിൽ പോയി സാഷ്ടാംഗ നമസ്കാരം നടത്തുന്ന, ദീർഘദണ്ഡ നമസ്കാരം നടത്തുന്ന പിണറായി വിജയൻ, ഇവർ തമ്മിലൊരു താരതമ്യം ഒന്ന് നോക്കൂ. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഗ്രേറ്റ്നസ്. രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടത്തോട് ഇന്ന് ഇന്ത്യയിലെ യുവതലമുറയ്ക്ക് രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. ഞാൻ പല സ്ഥലങ്ങളും പറയാറുള്ള കാര്യം, നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള തുല്യത, നമുക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതെത്ര മനോഹരമാണെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ജയിലിൽ കിടക്കണം. ഒരു ദിവസം ജയിലിൽ കിടക്കുന്ന സമയത്ത് നമ്മളെ സെല്ലിലങ്ങ് പൂട്ടിയിടുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വിങ്ങലുണ്ട്. ആ സെല്ലിൽ നിന്നൊന്ന് തുറന്ന് തൊട്ട് പുറത്തുള്ള വരാന്തയിലേക്ക് ഇറങ്ങുമ്പോൾ പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ശുദ്ധവായുവുണ്ട്. അങ്ങനെ 100 വർഷക്കാലം ബ്രിട്ടീഷുകാർ പൂട്ടിയിട്ടൊരു സെല്ലിനകത്തായിരുന്നു ഇന്ത്യക്കാരുണ്ടായിരുന്നു. അവിടുന്ന് ആ സെല്ല് തുറന്നു വിട്ട് ഈ രാജ്യത്തെ മോചിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ നേതാക്കളുമാണ്. എന്നിട്ട് ആ സെല്ല് തുറന്ന് ജനങ്ങളെ മോചിപ്പിച്ച ശേഷം കോൺഗ്രസ് തീരുമാനിച്ചത് ഇത് സ്റ്റാലിൻ്റെ റഷ്യ പോലെ മാവോയുടെ ചൈനയെ പോലെ ആവണമെന്നല്ലല്ലോ, വേണമെങ്കിൽ വളരെ നിസ്സാരമായിട്ട് ഇത് നെഹ്റുവിൻ്റെ ഇന്ത്യ ആക്കാമായിരുന്നു. അതെ. പക്ഷെ 47 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഒരു നവജാത ശിശുവിനെ പോലെ ഈ രാഷ്ട്രം പിറവിയെടുത്ത് വീണത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കരതലങ്ങളിലേക്കായിരുന്നപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചത് ഈ രാജ്യം ഒരു ലിബറൽ ഡെമോക്രാറ്റിക് സെക്കുലർ കൺട്രി ആവണം എന്നുള്ളതാണ്. അങ്ങനെ കോൺഗ്രസ് തീരുമാനിച്ചത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള സിനിമ കാണാൻ, ഇഷ്ടമുള്ള പുസ്തകം വായിക്കാൻ, ഇഷ്ടമുള്ള പെണ്ണിനെ പ്രണയിക്കാൻ, അവളെ വിവാഹം കഴിക്കാൻ ഒക്കെയുള്ള അവസരം കിട്ടിയത് ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ചതുകൊണ്ടാണ്. മറുവശത്ത് അത് RSSൻ്റെ കൈകളിലേക്കായിരുന്നു ഈ രാജ്യത്ത് അധികാരം കിട്ടിയിരുന്നെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കാര്യം ഈ രാജ്യം നടക്കുമായിരുന്നു. ഈ രാജ്യം മതഭ്രാന്ത് പിടിച്ച മറ്റൊരു രാജ്യമായി മാറുമായിരുന്നു. പരസ്പരം മറ്റൊരു പാകിസ്ഥാനായി മാറുമായിരുന്നു. മറിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലായി കിട്ടിയിരുന്നെങ്കിലോ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത, ഗൂഗിൾ ഇല്ലാത്ത, ChatGPT ഇല്ലാത്ത, ജെമിനി ഇല്ലാത്ത, സർക്കാർ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നു അത് മാത്രം കാണുന്ന, സർക്കാർ എന്ത് വായിക്കണമെന്ന് തീരുമാനിക്കുന്നു അത് മാത്രം വായിക്കുന്ന, സർക്കാർ ഏത് സിനിമ കാണണമെന്ന് തീരുമാനിക്കുന്നു അത് മാത്രം കാണുന്ന, സർക്കാർ തീരുമാനിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാവുന്ന മറ്റൊരു ജയിലായിട്ട് രാജ്യം മാറുകയാണ്. ഒന്നുകിൽ RSS ജയിലാവുമായിരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ജയിലാവുമായിരുന്നു. അതിവൈകാരികമായിട്ടാണ് താങ്കൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് സംസാരിച്ചത്. കോൺഗ്രസിൽ വന്നതിന് ശേഷം രാഹുലിനെ കണ്ടിരുന്നു? ഞാൻ രാഹുൽജിയെ കണ്ടിട്ടില്ല. അതിനോട് ബഹുമാനപ്പെട്ട KC വേണുഗോപാൽജിയും ഏറ്റവും അടുത്ത് തന്നെ നേരിട്ട് കാണാൻ ഞാനും ആഗ്രഹിക്കുന്നതൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാണലല്ല. എനിക്ക് അദ്ദേഹവുമായിട്ട് ഒരല്പസമയം സംസാരിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഞാൻ അദ്ദേഹത്തെ വല്ലാതെ അഡ്മയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തെ ഞാൻ അഡ്മയർ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം RSSൻ്റെയും സംഘപരിവാറിൻ്റെയും പ്രഹരശേഷി എത്രത്തോളം ഉണ്ടെന്ന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. ആ പ്രഹരശേഷിയെ ഇന്ന് ഇന്ത്യയിൽ ഭയക്കാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി മാത്രം. ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണികൾ തുടർച്ചയായി ആ പാർട്ടി വിട്ടതിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ? ഭീഷണിയുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും മുദ്രാവാക്യങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ ഭീഷണിയുണ്ട്. ഞാൻ എല്ലാ കാലത്തും അതിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്കറിയില്ല. അവർ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. അവരെന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും എന്നേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് അവർ ഏത് രീതിയിലാണോ ഇങ്ങോട്ട് പെരുമാറാൻ ഉദ്ദേശിച്ചത് അതേ രീതിയിൽ പെരുമാറാൻ കഴിയുന്ന ആളുകൾ എൻ്റെ കൂടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഓക്കെ. കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം കോൺഗ്രസ് പ്രവർത്തകന്മാരെ പോലെ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പടി കൂടുതലാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും വൈറ്റ് ഗാർഡ്സിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും KMCCയുടെയൊക്കെ പ്രവർത്തകർ താങ്കളെ തോളിലേറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ആസ്വദിക്കുന്നു ഇതിനെ? അത് എൻ്റെ ഞാൻ ജീവിക്കുന്നത് പെരിന്തൽമണ്ണയിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്.
എൻ്റെ ഗ്രാമവും ഈ പിന്നെ മലപ്പുറം ബോർഡറിലാണ്. എൻ്റെ പഞ്ചായത്ത് ഭരിക്കുന്ന ലീഗാണ്. ലീഗിന് വളരെ അപ്രമാദിത്തുള്ള സ്ഥലമാണ്. പണ്ട് മുതൽക്ക് തന്നെ ലീഗ് നേതാക്കന്മാരുമായിട്ടും ലീഗ് പ്രവർത്തകരുമായൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, നാട്ടിലും നല്ല സുഹൃത്തുക്കളാണ്. അപ്പം അവരുമായിട്ട് ഒക്കെ നല്ല സൗഹൃദം അന്നും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ഞാൻ BJP നിൽക്കുന്ന സമയത്ത് തന്നെ കാണുമ്പോഴൊക്കെ വലിയ സ്നേഹം, വ്യക്തിബന്ധം സൂക്ഷിച്ച ആളുകളാണ്. അപ്പം ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയപ്പോൾ ഞാൻ പിറ്റേ ദിവസം പോയത് പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിലേക്കാണ്. ഞാനങ്ങനെ പോയ സമയത്ത് എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ഒരുപക്ഷെ പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗം, ആ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ തന്നെ ആദ്യം കണ്ട് ഈ പരിഹാരക്രിയകൾ അവിടെ നിന്ന് തന്നെ തുടങ്ങണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ അവിടെ പോയി എന്നെ ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ടാണ് സ്വീകരിച്ചത്. ഒരുപക്ഷെ എന്നെ ഞെട്ടിക്കുന്ന സ്വീകരണമുണ്ടായി. കൃത്യമായി പറഞ്ഞാൽ ഞാൻ കോൺഗ്രസ് ചേർന്നതിന് ശേഷം ഈ നിമിഷം വരെ ഞാൻ അനുഭവിക്കുന്ന സ്നേഹവും കരുതലും, പ്രത്യേകിച്ച് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള സ്നേഹം, അവരുടെ കരുതൽ, അവരിലൊരാളായിട്ട് എന്നെ ഏറ്റെടുത്തതൊക്കെ എനിക്ക് വലിയ സന്തോഷം നൽകിയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഒരു പ്രതലത്തിൽ നിന്നൊരു കാഴ്ചയെ സമീപിക്കുമ്പോൾ നമ്മൾ എന്താണോ കാണുന്നത്, മറ്റൊരു പ്രതലത്തിൽ നിന്ന് അതേ കാഴ്ചയെ നോക്കുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടൊരു കാഴ്ച അനുഭവം ഉണ്ടാവും. ലീഗിൻ്റെ കാര്യത്തിൽ അതുപോലെയാണ്. അപ്പോൾ ലീഗിനെ കുറിച്ച് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലും വസ്തുതാവിരുദ്ധമായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുന്നത് പിന്നീടുള്ള വായനയിലും പിന്നീടുള്ള കാഴ്ചപ്പാടിലും കൂടെയാണ്. അപ്പം അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ ഭരണഘടനാ അസംബ്ലിയിൽ എത്തുന്നത് ലീഗിൻ്റെ പിന്തുണയിലാണ്. ഇപ്പോൾ ലീഗ് എടുത്ത പല നിലപാടുകളും നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷതയുടെ അത് ബലപ്പെടുത്താൻ വേണ്ടി എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ട്. അപ്പം പ്രത്യേകിച്ച് പാണക്കാട് കുടുംബം, അവരുടെ സംഭാവനകൾ, അത് എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും ഇപ്പോൾ രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എഴുതുന്ന സമയത്ത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ പാണക്കാട് കുടുംബവും നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള സംഭാവനകൾ, അത് ആ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കില്ല, അതാരൊക്കെ ശ്രമിച്ചാലും. സന്ദീപ് വാര്യർ അല്ലേ, അതിനകത്തൊരു പോരാളിയുണ്ട്. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ എന്താണ്? ഞാനങ്ങനെ ഭാവി ഇന്നതാകണം എന്ന് കരുതി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയ ഒരാളെ അല്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനിടയിൽ വരുന്നതൊക്കെ വരും. ഇപ്പം ഇത്രയും ദിവസം രാഷ്ട്രീയത്തിൽ നിന്നോളണമെന്നോ ഇത്രയും ദിവസം ഇന്ന പദവിയിലെത്തണമെന്നോ ഒരാഗ്രഹവുമില്ല. എൻ്റെ BJP വിടുമ്പോഴുണ്ടായിരുന്ന എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ നിരന്തരമായി നിന്ന് പ്രവർത്തിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാവണം. ജനകീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. കേരളത്തിലെല്ലായിടത്തും യാത്ര ചെയ്യാൻ, രാജ്യത്തെല്ലായിടത്തും യാത്ര ചെയ്യാൻ, നമുക്കിഷ്ടമുള്ള ആളുകളൊക്കെ സംസാരിക്കാൻ, മറയില്ലാതെ ഒളിയില്ലാതെ സംസാരിക്കാൻ, എല്ലാവരോടും ഇടപഴകാൻ, എല്ലാവരുമായിട്ടും സ്നേഹത്തോടെ ജീവിക്കാൻ, സൗഹൃദത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എനിക്കും കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാകണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എപ്പോഴും വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, പ്രസംഗിക്കുക എന്നുള്ളതൊക്കെ അത് എത്രമാത്രം ബോറിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണെന്ന് അതൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പം അതൊരു വാസ്തവത്തിൽ ഒരു ജീവപര്യന്തം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു മാനസികാവസ്ഥയിലാണ് ഞാനുള്ളത്. എങ്ങനെയുണ്ട് കോൺഗ്രസിനകത്തെ സൗഹൃദം? തീർച്ചയായിട്ടും കോൺഗ്രസിനകത്ത് ഈ കുറച്ചു കാലം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് 14 ജില്ലയിലും നേതാക്കന്മാരുമായിട്ടും പ്രവർത്തകരുമായിട്ടും അടിത്തട്ടിലെ പ്രവർത്തകരുമായിട്ടും വലിയ സൗഹൃദം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അവരിലൊരാളായിട്ട്, അവരുടെ കൂടപ്പിറപ്പായിട്ട് അവരെന്നെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. ഞാനും അതുപോലെ തന്നെയാണ്. എനിക്ക് അവിടെ ഒരു അപരിചിതത്വവും തോന്നുന്നില്ല. കാരണം ഞാൻ അവിടെ ചെന്ന സമയത്ത് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വിട്ട് രാഷ്ട്രീയ പാർട്ടി പോയ പല ആളുകളും കേരളത്തിലുണ്ടല്ലോ. ആരും പേരൊന്നും പറഞ്ഞില്ല, അവരെല്ലാവരും ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ വർക്ക് ഫ്രം ജയിലായിരുന്നു, അല്ലെങ്കിൽ വർക്ക് ഫ്രം സ്ട്രീറ്റ് ആയിരുന്നു. അതെനിക്ക് അവസരം തന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചതും ഈ തെരുവിലെ പോരാട്ടങ്ങളിൽ, ജനങ്ങൾക്കിടയിൽ നിന്നുള്ള പോരാട്ടങ്ങളിൽ അങ്ങനെ ഇടപഴകാൻ. ഇപ്പം പലപ്പോഴും ദീപ്തി ചേച്ചിക്കുള്ളൊരു പരാതി, ദീപ്തി ചേച്ചി ചർച്ചയ്ക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. സന്ദീപ് ചർച്ചയ്ക്ക് പോകുന്നില്ല കൊണ്ട് എന്നെ ചീത്ത പറഞ്ഞു. അപ്പം ഞാൻ ചേച്ചി ഒരു ദിവസം 2 പരിപാടികളും 3 പരിപാടികളും പ്രസംഗങ്ങളൊക്കെയാണ്. ഞാനത് ഇഷ്ടപ്പെടുകയാണ്. കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ പോകാൻ, കേരളത്തിലെ ജനങ്ങളെ കാണാൻ, അവരുമായിട്ട് ഇടപഴകാൻ, അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അതിലപ്പുറം ഏതെങ്കിലും പദവികളോ ഏതെങ്കിലും താല്പര്യങ്ങളോ ഒന്നും എന്നെ ഒരിക്കലും നയിച്ചിട്ടില്ല.
ഞാൻ ഇപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ബാക്കി കോൺഗ്രസ് പ്രസ്ഥാനം എന്നിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യും. അത് അവർ ആഗ്രഹിക്കുന്നിടത്തോളം കാലം അത് ചെയ്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ജീവിതാന്ത്യം വരെ മുന്നോട്ട് പോകും. ഓക്കെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.